ഇതിപ്പോൾ കാണാതെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ. നല്ല ടേസ്റ്റിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ എടുത്തങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതൊരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 നേന്ത്രപ്പഴം പുഴുങ്ങിയതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒന്നങ്ങ് കറക്കിയെടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ആ മാവ് ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ഒരുപാടിട്ട് കുഴക്കൊന്നും വേണ്ട, അതിന് പകരമാണല്ലോ നമ്മൾ മിക്സി ജാറിലിട്ട് അടിച്ചത്. ഇനി ആ മാവൊന്ന് രണ്ടാക്കി വെച്ചിട്ട് ചെറിയൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതിട്ട് ഒരു മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റാം. എന്നിട്ടൊരു 1/4 കപ്പ് ശർക്കര പാനിയും കൂടി ചേർത്ത് ആ തേങ്ങ ശർക്കര പാനിയിലിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് നെയ്യ് തടവിയ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെച്ച് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ആ തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ഇട്ടെന്ന് നിരത്തി കൊടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന ആ മാവ് ഇതുപോലെ അങ്ങ് പരത്തി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചിട്ട് നമുക്കിത് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് അത്രയും മതി. എന്നിട്ട് ചൂടാറുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ സെറ്റാന്ന്.